നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 49 തസ്തികകൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ജയിൽ വകുപ്പിലേക്കും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുമുള്ള വിജ്ഞാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലേക്ക് അപേക്ഷിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അസാധാരണ ഗസറ്റ് തീയതി 15/12/2021, അവസാന തീയതി 19/1/2022 ആയിട്ടുള്ള 49 തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തസ്തികകളാണെന്ന് നോക്കാം. അതിനു മുമ്പായി അപേക്ഷ സമർപ്പിക്കുന്ന രീതി ഒന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ആവശ്യമെങ്കിൽ രജിസ്ട്രേഷൻ കാർഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിലെ വിശദാംശങ്ങൾ കാണുന്നതിനും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുന്നതിനും കഴിയും. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പാസ്വേഡ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നമുക്കിനി തസ്തികകൾ നോക്കാം. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലമായിട്ടുള്ളതാണ്. ആദ്യം കാറ്റഗറി നമ്പർ 593/2021, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്കാണ്. ശമ്പളം UGC മാനദണ്ഡപ്രകാരം. ഒഴിവുകളുടെ എണ്ണം 3. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 21 മുതൽ 46 വയസ്സ് വരെ. യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ മെഡിക്കൽ ബിരുദാനന്തര ബിരുദം, MD or MS തുടങ്ങിയവ ഉൾപ്പെടുന്നു. അടുത്ത കാറ്റഗറി നമ്പർ 594/2021, സോയിൽ സർവേ ഓഫീസർ കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ്. ശമ്പളം 55,200 മുതൽ 1,15,300 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 20 മുതൽ 36 വയസ്സ് വരെ. യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാർഷിക ശാസ്ത്രത്തിലോ ഹോർട്ടിക്കൾച്ചറിലോ ലഭിച്ചിട്ടുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കാറ്റഗറി നമ്പർ 595/2021, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. ശമ്പളം 55,200 മുതൽ 1,15,300 രൂപ വരെ. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെ. യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് 50% മാർക്കിൽ കുറയാതെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ച ബന്ധപ്പെട്ട വിഷയത്തിലുള്ള യോഗ്യതയോ നേടിയിരിക്കണം. അടുത്ത കാറ്റഗറി നമ്പർ 596-97, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ പട്ടികജാതി വികസന വകുപ്പിലേക്കുള്ളതാണ്. ശമ്പളം 37,400 മുതൽ 79,000 രൂപ വരെ. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. 596/2021, പട്ടികജാതി വികസന വകുപ്പിലെ നിശ്ചിത യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്നും പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ്. 597/2021, നേരിട്ടുള്ള നിയമനമാണ്. തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിന് യോഗ്യരായ ജീവനക്കാരുടെ അഭാവത്തിൽ മാത്രമാണ് നേരിട്ടുള്ള നിയമനം നടത്തുന്നത്. ഇനി ഈ 2 തസ്തികകളുടെയും യോഗ്യത എന്ന് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും ബന്ധപ്പെട്ട ട്രേഡിൽ ലഭിച്ച 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അടുത്ത തസ്തിക 598/2021, ഡ്രില്ലിംഗ് അസിസ്റ്റന്റ്. ശമ്പളം 25,100 മുതൽ 57,900 വരെ. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കാണ് നിയമനം. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. യോഗ്യതകൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നേടിയിരിക്കണം. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡയമണ്ട് കോർ ഡ്രില്ലിംഗ് നടത്തുന്നതിൽ മസ്ദൂറായോ ഹെൽപ്പറായോ ഉള്ള 2 വർഷത്തെ പരിചയം ആവശ്യമാണ്. അടുത്ത കാറ്റഗറി നമ്പർ 599/2021, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ് ലിമിറ്റഡിലേക്കുള്ളതാണ്. ശമ്പളം 22,200 മുതൽ 48,000 രൂപ വരെ. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ തസ്തികയുടെ 3% ഒഴിവുകൾ ചലന വൈകല്യമുള്ളവർ, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, ശ്രവണ വൈകല്യമുള്ളവർ,
കാഴ്ചക്കുറവുള്ളവർ എന്നീ വിഭാഗങ്ങൾപ്പെടുന്ന ഭിന്നശേഷിയുള്ളവർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ നേടിയ ബാച്ചിലർ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ ബിരുദം. സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള സർട്ടിഫിക്കറ്റ്. അടുത്ത കാറ്റഗറി നമ്പർ 600/2021 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ജയിൽ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരല്ല. ശമ്പളം 20,000 മുതൽ 45,800 രൂപ വരെ. സംസ്ഥാനതല നിയമനമാണ്. 30 ഒഴിവുകളാണ് നിലവിലുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. SLC പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം. ശാരീരിക യോഗ്യതകൾ മികച്ച യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 601/2021 ജൂനിയർ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഉദ്യോഗപേര് ജൂനിയർ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. ശമ്പളം 5,650 മുതൽ 8,700 രൂപ വരെ. 6 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. യോഗ്യത 1 അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം. 2 ഓഫീസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സ്. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 602/2021 ലാബോറട്ടറി അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. വിഭാഗം 1 ജനറൽ കാറ്റഗറിയാണ്. ശമ്പളം 5,620 മുതൽ 14,620 രൂപ വരെ. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. 3% ഒഴിവുകൾ ഭിന്നശേഷിയുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. ഇതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി ബിരുദം. 2 സമാന സ്ഥാപനത്തിൽ ലാബോറട്ടറി അസിസ്റ്റന്റായി 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 603/2021 ലാബോറട്ടറി അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. വിഭാഗം 2 സൊസൈറ്റി കാറ്റഗറി. ശമ്പളം 5,620 മുതൽ 14,620 രൂപ വരെ. 3% ഒഴിവുകൾ ഭിന്നശേഷിയുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി ബിരുദമാണ് യോഗ്യത. സമാന സ്ഥാപനത്തിൽ ലാബോറട്ടറി അസിസ്റ്റന്റായി 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 604/2021 EDP അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. വിഭാഗം 1 ജനറൽ കാറ്റഗറി. ശമ്പളം 5,300 മുതൽ 13,820 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. യോഗ്യതകൾ ആർട്സ് സയൻസ് കൊമേഴ്സ് ബിരുദം. 2 ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കാറ്റഗറി നമ്പർ 605/2021 അടുത്തത്. EDP അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. വിഭാഗം 2 സൊസൈറ്റി കാറ്റഗറി. ശമ്പളം 5,300 മുതൽ 13,820 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ്. നിയമനരീതി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികൾ സ്ഥിരമായി ജോലി ചെയ്തു വരുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ജീവനക്കാരിൽ നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 50 വയസ്സ് വരെ. യോഗ്യത ആർട്സ് സയൻസ് കൊമേഴ്സ് എന്നിവ ഏതെങ്കിലും ഒന്ന് ബിരുദം. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് നേടിയിരിക്കണം. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 606/2021 മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. വിഭാഗം 1 ജനറൽ കാറ്റഗറി. ശമ്പളം 4,720 മുതൽ 12,260 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. കുറിപ്പ് ഈ വിജ്ഞാന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തുന്നതാണ്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. യോഗ്യതകൾ SLC ഒരു ഫെർട്ടിലൈസർ മിക്സിംഗ് യൂണിറ്റ്. 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 607/2021 മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. വിഭാഗം 2 സൊസൈറ്റി കാറ്റഗറി. ശമ്പളം 4,820 മുതൽ 12,260 രൂപ വരെ. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. നിയമനരീതി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികൾ സ്ഥിരമായി ജോലി ചെയ്തു വരുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ജീവനക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 50 വയസ്സ് വരെ. യോഗ്യതകൾ SLC ഒരു ഫെർട്ടിലൈസർ മിക്സിംഗ് യൂണിറ്റിൽ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 608/2021 ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കാണ് നിയമനം.
ശമ്പളം ബന്ധപ്പെട്ട കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമുള്ള ശമ്പളമാണ് ലഭിക്കുക. പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ്. 3% ഒഴിവുകൾ ഭിന്നശേഷിയുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. യോഗ്യത SLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷ് ഹയർ KGTE ഓർ MGTE. അടുത്തത് കാറ്റഗറി നമ്പർ 609/2021 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. സർക്കാർ ഉടമസ്ഥയുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കാണ് നിയമനം. ശമ്പളം ബന്ധപ്പെട്ട കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത് പ്രകാരം പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ്. 3% ഒഴിവുകൾ ഭിന്നശേഷിയുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. യോഗ്യതകൾ 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം. വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 610/2021 അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 മുതലായവ. സർക്കാർ ഉടമസ്ഥതയിലുള്ള താഴെ പറയുന്ന വിവിധ കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നിവയിലേക്കാണ് നിയമനം. ഏതൊക്കെയാണ് ആ ബോർഡുകൾ നോക്കാം. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ശമ്പളം ബന്ധപ്പെട്ട കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നിവ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമുള്ള ശമ്പളമാണ് ലഭിക്കുക. പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദം. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 611/2021 അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നിവ. സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്ക് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദം. അടുത്തത് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലമാണ്. കാറ്റഗറി നമ്പർ 612/2021 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ്. വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് നിയമനം. ശമ്പളം 25,200 മുതൽ 54,000 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ കൊല്ലം 1, ആലപ്പുഴ 1, പാലക്കാട് 1, വയനാട് 2. തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ്. പ്രായപരിധി ബാധകമല്ല. യോഗ്യതകൾ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഹിന്ദി ഭാഷയിലുള്ള ബിരുദം. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ 613/2021 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. പുരുഷ ഉദ്യോഗാർത്ഥികളും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. ശമ്പളം 20,000 മുതൽ 45,800 വരെ. ജില്ലാതല ഒഴിവുകളാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിലുള്ളത്. നേരിട്ടുള്ള നിയമനം ജില്ലാതല നിയമനം. പ്രായപരിധി 19 മുതൽ 31 വയസ്സ് വരെ. യോഗ്യതകൾ +2 പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം. മികച്ച ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 614/2021 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ്. ശമ്പളം 18,000 മുതൽ 41,500 വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം 2, കൊല്ലം 3, പത്തനംതിട്ട 3, എറണാകുളം 2, തൃശൂർ 2, പാലക്കാട് 1, മലപ്പുറം 3, വയനാട് 1, കണ്ണൂർ 2. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. യോഗ്യതകൾ SLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ സംസ്കൃത ഭാഷയിലുള്ള ബിരുദം നിർബന്ധമാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 615/2021 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ്. ശമ്പളം 18,000 മുതൽ 41,500 വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ എറണാകുളം 20 ഒഴിവുകൾ. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. യോഗ്യത കേരളത്തിലെ അംഗീകൃത സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഹിന്ദി ഭാഷയിലുള്ള ബിരുദം. അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലമാണ്. കാറ്റഗറി നമ്പർ 616/2021 ഫുഡ് സേഫ്റ്റി ഓഫീസർ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലേക്കാണ് ഒഴിവാണ് നിലവിലുള്ളത്.
617/2021 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പട്ടികജാതി വർഗ്ഗക്കാർക്ക് മാത്രം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് 18 ഒഴിവുകളാണ് നിലവിലുള്ളത്. അടുത്ത 617/2021 UD സ്റ്റോർ കീപ്പർ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരിൽ നിന്ന് മാത്രം വ്യാവസായിക പരിശീലന വകുപ്പ് ഒരു ഒഴിവാണ് നിലവിലുള്ളത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതല ഒഴിവുകളാണ് ഇനിയുള്ളത്. 619/2021 ലാബോറട്ടറി അസിസ്റ്റന്റ് പട്ടികവർഗ്ഗക്കാർക്ക് മാത്രമുള്ള പ്രത്യേക നിയമനം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഇടുക്കി ഒരു ഒഴിവ്. 620/2021 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പട്ടികവർഗ്ഗക്കാർക്ക് മാത്രമായുള്ള പ്രത്യേക നിയമനം വിവിധ വകുപ്പുകൾ പത്തനംതിട്ട ഒരു ഒഴിവ്, തൃശ്ശൂർ ഒഴിവ്. ഇനിയുള്ളത് NCA വിജ്ഞാപനമാണ്, സംസ്ഥാനതല വിജ്ഞാപനങ്ങൾ. കാറ്റഗറി നമ്പർ 621/2021 മെഡിക്കൽ ഓഫീസർ വിഷ ഭാരതീയ ചികിത്സാ വകുപ്പ് മുസ്ലിം ഒരു ഒഴിവാണ് നിലവിലുള്ളത്. 622/2021 വെറ്റിനറി സർജൻ ഗ്രേഡ് 2 മൃഗസംരക്ഷണം SCCC ഒരു ഒഴിവ്. 623/2021 വനിതാ പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് ബറ്റാലിയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് SCCC ഒരു ഒഴിവ്. അടുത്ത 624/2021 വനിതാ പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് ബറ്റാലിയൻ പോലീസ് മുസ്ലിം 4 ഒഴിവുകൾ. അടുത്തത് കാറ്റഗറി നമ്പർ 625/2021 അക്കൗണ്ട്സ് ഓഫീസർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സൊസൈറ്റി വിഭാഗം ഈഴവ തീയ വില്ലാവ് വിഭാഗത്തെ ഒരു ഒഴിവാണ് നിലവിലുള്ളത്. 626/2021 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ജയിൽ വകുപ്പിലേക്ക് മുസ്ലിം ഒരു ഒഴിവ്. 627/2021 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സൊസൈറ്റി വിഭാഗം ഈഴവ വില്ലവ തീയ ഒരു ഒഴിവ്. 628/2021 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സൊസൈറ്റി വിഭാഗം പട്ടികജാതി 2 ഒഴിവുകൾ. 629/2021 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സൊസൈറ്റി വിഭാഗം മുസ്ലിം ഒരു ഒഴിവ്. 630/2021 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സൊസൈറ്റി വിഭാഗം LC/AI ഒരു ഒഴിവ്. അടുത്തത് കാറ്റഗറി നമ്പർ 631/2021 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സൊസൈറ്റി വിഭാഗം OBC ഒരു ഒഴിവ്. 632/2021 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി LCAI ഒരു ഒഴിവ്. 633/2021 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി OBC ഒരു ഒഴിവ്. 634/2021 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി മുസ്ലിം ഒരു ഒഴിവ്. ഇനിയുള്ളത് NCA റിക്രൂട്ട്മെന്റ് ജില്ലാതല ഒഴിവുകളാണ്. കാറ്റഗറി നമ്പർ 635/2021 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS വിദ്യാഭ്യാസം പട്ടികവർഗം കോഴിക്കോട് 3 ഒഴിവ്. 636/2021 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതി വിഭാഗത്തിലേക്ക് SCCC കോഴിക്കോട് ഒരു ഒഴിവ്, കാസർഗോഡ് ഒരു ഒഴിവ്. 637/2021 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്ക് SCCC മലപ്പുറം ഒരു ഒഴിവ്, കണ്ണൂർ ഒരു ഒഴിവ്. 638/2021 ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ലാബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 മൃഗസംരക്ഷണ വകുപ്പിലേക്ക് പട്ടികജാതി വയനാട് ഒരു ഒഴിവ്. അടുത്തത് കാറ്റഗറി നമ്പർ 639/2021 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഈഴവ തീയ ബില്ലവ തൃശ്ശൂർ ഒരു ഒഴിവ്. 640/2021 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വിദ്യാഭ്യാസം പട്ടികവർഗം മലപ്പുറം ഒരു ഒഴിവ്. 641/2021 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് SCCC കോഴിക്കോട് ഒരു ഒഴിവ്. ഇത്രയും തസ്തികകളിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നത്. അവസാന തീയതി ഈ മാസം 19-ാം തീയതിയാണ്. അപേക്ഷകൾ അയക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷ അയയ്ക്കുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.